മാന്യപ്രേക്ഷകരോട് എൻ്റെ പ്രണാമം. ഏഷ്യാനെറ്റിലും നോർത്ത് ഇന്ത്യൻ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലുമെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് ISIS-ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട കുറേ മുസ്ലിങ്ങളുടെ കാര്യവും അവർ സ്വർഗരാജ്യത്തിലെത്തിയ കാര്യവും അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ റെഡിയായ കാര്യവും പിഞ്ചു കുഞ്ഞിനെയും 2 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച ഭാര്യയെയും കൊണ്ട് കാസർഗോഡും മലപ്പുറത്ത് നിന്ന് പോയവർ ISI ക്യാമ്പിലെത്തിയപ്പോൾ അവർ വീട്ടിലേക്ക് അയച്ച കത്തുകളുമെല്ലാം വിശദീകരണത്തിന് വിധേയമാവുകയുണ്ടായി. അത്ഭുതകരമായിട്ട് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, അത്രയ്ക്ക് കടക്കണില്ല. എല്ലാ മാതാപിതാക്കളോടും അവരേത് മതത്തിലുള്ളവരായാലും ശരി, അവരോടെല്ലാവരോടും പറയുന്നു, മക്കൾ പോകുന്നത് എങ്ങോട്ടാണ്, അവരുടെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ടോ, അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുന്നുണ്ടോ, അവരുമായിട്ട് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കുന്നുണ്ടോ, അവരെ സ്നേഹിക്കുന്നു, അത് മനസ്സിലുണ്ട്, അവരോട് ഭയങ്കര ഇഷ്ടമാണ്, അത് മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാണോ ജീവിക്കുന്നത്? അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താം. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കാം. അവരവർ തന്നെ സത്യം, ധർമ്മം, നീതി, ന്യായത്തിലൂടെ പോയിട്ട് മക്കൾക്ക് മാതൃകയാവുക. ഏത് രീതിയിൽ ജീവിക്കുമ്പോഴും ഓർമ്മിക്കാം, മക്കൾ അതൊക്കെ കണ്ടു പഠിക്കുന്നുണ്ട് എന്ന്. മക്കൾ പോകുന്ന വഴിയെക്കുറിച്ചിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കാം. ചെറുപ്പം മുതൽക്ക് തന്നെ അവർക്ക് കൊടുക്കേണ്ട നന്മകൾ കൊടുക്കാം. അതിപ്പോൾ വേണ്ട, കുറച്ചും കൂടി വലുതാവട്ടെ, അല്ലെങ്കിൽ നല്ല സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, ആ സ്കൂളിൽ നിന്ന് ഇതെല്ലാം കിട്ടുമെന്ന് ധരിക്കാതിരിക്കുക. ഓരോ വർക്കിംഗ് ഡേയിലും 7 മണിക്കൂറോ 8 മണിക്കൂറോ ആണ് നമ്മുടെ മക്കൾ സ്കൂളിലുള്ളത്. അത് 35-40 കുട്ടികളുള്ള ക്ലാസ്സിലാണ് അവരിയ്ക്കുന്നത്. ആ വർക്കിംഗ് ഡേയിൽ ഉൾപ്പെടെ 16-17 മണിക്കൂർ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ശനിയും ഞായറും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട്. വെക്കേഷനുകളിലും സമ്മർ വെക്കേഷനുകളിലും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോഴൊന്നും അവരുടെ കാര്യങ്ങൾ നോക്കുകയോ അവരുമായിട്ട് ചർച്ച ചെയ്യുകയോ അവരോട് പ്രകടിപ്പിക്കാനുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ മട്ടണും ചിക്കനും ബീഫനും അവൻ ഇഷ്ടമുള്ളതെല്ലാം ശരീരം വണ്ണം വയ്ക്കാൻ എടുത്തു കൊടുത്ത് അവൻ നന്നാവാനുള്ളതൊന്നും മനസ്സിൽ കൊടുക്കാതെ അവനെ വളർത്തുമ്പോൾ ഓർമ്മിക്കുക, തിന്മ ചെയ്ത് ഇത്രയും കാലം തിന്മ ചെയ്ത് പോലീസ് എന്താ പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പോലീസ് പിടിക്കുമ്പോൾ എല്ലാം കൂടി ചേർത്തായിരിക്കും പിടിക്കുക. ഒരു ചാനലിൽ, ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു, ഞാൻ നേരിട്ട് കണ്ടില്ല, അതിൽ പറയുകയുണ്ടായി, എൻ്റെ മകൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ രീതിയിലും വാക്കുകളിലും വ്യത്യാസം വന്നപ്പോൾ ഞാൻ എഴുതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ പോലീസ് ഒന്നും ചെയ്തില്ല. കാരണം എന്താ അറിയാമോ? കോൺഗ്രസ്സുകാർക്ക്, അതെ, ഈ രാഹുൽ ഗാന്ധിയുടെയും ഇറ്റലിക്കാരിയുടെയും കോൺഗ്രസ്സുകാർക്ക് കേരളം ഭരിക്കാനും തമിഴ്നാട് ഭരിക്കാനും ഭാരതം ഭരിക്കാനും മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടിയുടെ തണലില്ലാതെ പറ്റില്ല. ഉറച്ച വോട്ടും ഉറപ്പിച്ച MLA-യുടെ സംഖ്യയും കിട്ടുന്നത് കൊണ്ട് മുസ്ലിങ്ങളിൽ ആര് തീവ്രവാദിയായാലും എന്തെല്ലാം കുഴപ്പം ചെയ്താലും, എത്ര മുസ്ലിം പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്താലും, മുസ്ലിം പെൺകുട്ടികൾ എത്ര റിച്ചാണെങ്കിലും പുസ്തകം ഫ്രീ ആയിട്ട് കൊടുത്താലും, എന്ത് ചെയ്താലും കോൺഗ്രസ്സുകാരും മിണ്ടില്ല. ആന്റണിയും സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെ വർഗീയതയ്ക്ക് എതിരെ പ്രസംഗിക്കുന്ന, ശരിക്ക് അവരെ ഉപയോഗിക്കേണ്ട വാക്കുകൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കണില്ല, അവരുടെ തണലിലാണ് ഈ മുസ്ലിം കുടുംബാംഗങ്ങളിലെ മക്കള് തീവ്രവാദ ക്യാമ്പിലേക്ക് പോയതും ആ പോയതിനെതിരെ അവരുടെ തന്നെ മാതാപിതാക്കൾ പോലീസിലേക്ക് റിപ്പോർട്ട് കൊടുത്തതും ആ പോലീസ് മുസ്ലിം ലീഗിന്റെ തണലിൽ വളരുന്ന കോൺഗ്രസിന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പായതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നതും കേന്ദ്രത്തിലെ NIA നേരെ അതിന്റെ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ നേരെ കൈയൊഴിഞ്ഞ് പീലാത്തോസിനെ പോലെ മാറി നിൽക്കുന്നതും എല്ലാം കാണുന്ന കാഴ്ച. ഇത് രാഷ്ട്രീയത്തിൻ്റെതാണ്. രാഷ്ട്രീയക്കാരുടെ അകത്തും പുറത്തുള്ള തൊലിക്കട്ടി ഹിപ്പോപ്പൊട്ടാമസിനെ വെല്ലുവിളിക്കുന്നതാണ്. ഈ സുധീരന്റെയും ഈ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും അതുപോലെ ഇപ്പുറത്തുള്ള കുറെ എണ്ണങ്ങളുടെയും അപ്പുറത്തുള്ളവരുടെയും അവർക്ക് വീണിടത്ത് കിടന്നുരുളാൻ ഒരു വിഷമവും ഇല്ല. പക്ഷേ മാതാപിതാക്കളെ
നിങ്ങളുടെ മക്കള് തീവ്രവാദിയായി പോയിട്ട് അവനെ ഇനി വീട്ടിൽ കയറ്റില്ല, അവൻ രാജ്യദ്രോഹിയാണ് എന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിൽ കയറ്റിയാലും വീട്ടിൽ കയറ്റിയില്ലെങ്കിലും ഗോപാലകൃഷ്ണൻ നിറഞ്ഞ വേദനയോടുകൂടി പറയുന്നു, എൻ്റെ രണ്ട് മക്കള് ദേശദ്രോഹികളായാല് ഞാൻ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വീട്ടിൽ കയറ്റാതെ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ മക്കളെ കുറിച്ച് ആലോചിച്ച് കരയാനല്ലേ എനിക്ക് നേരമുള്ളൂ. ആ കരച്ചിലുണ്ടാകേണ്ട കാര്യം എന്തിരിക്കുന്നു? കൊടുക്കേണ്ടവര് മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഈ മുസ്ലിം ലീഗിന്റെയോ കേരള കോൺഗ്രസിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിന്റെയോ ചില വർഗീയ ഹിന്ദു സംഘടനകളുടെയോ എല്ലാം തണലിൽ വളരുന്നവര് അത് ഏത് ബോംബ് സ്ഫോടനം ആര് നടത്തിയാലും അന്ത്യത്തിൽ ചെന്ന് ജയിലിൽ കിടക്കുമ്പോ അത് RSS കാരാണെങ്കിലും BJP കാരാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും NDF ആണെങ്കിലും PDP ആണെങ്കിലും ക്രിസ്ത്യൻ സംഘടനകളാണെങ്കിലും അവര് ജയിലിൽ കിടക്കുമ്പോ മാതാപിതാക്കളെ നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? 10 പ്രാവശ്യം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. നിങ്ങളുടെ മക്കള് ജയിലിൽ കിടക്കുമ്പോ എന്ന് പുറത്തേക്ക് വരും, എന്ന് കോടതി അതിന്റെ കേസെടുക്കും, എന്നായിരിക്കും വിധി വരിക? 10, 15, 20 വർഷം കഴിഞ്ഞെടുത്ത് വിധി വരുമ്പോ ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഭർത്താവ് എല്ലാമായി മാറിക്കഴിഞ്ഞിരിക്കും. മക്കൾക്ക് അച്ഛനെ തിരിച്ചറിയാൻ പാകത്തിന് പറ്റാത്ത വിധത്തില്, മാതാപിതാക്കൾക്ക് ജയിലിൽ പോയ മക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ഓർമ്മിക്കുക. കൊല്ലാനും ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കാനും നശിപ്പിക്കാനും വെല്ലുവിളിക്കാനും ദൈവരാജ്യത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കൊക്കെ കൊണ്ടുപോകാനുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരെ ഓർമ്മിക്കുക. അവനവന്റെ മക്കളെ ശരീരം വികസിക്കാനുള്ള ഭക്ഷണം മാത്രം കൊടുത്ത് വളർത്തിയാൽ പോരാ. അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടെ ഇരുന്ന് നമ്മുടെ ധന്യമായ പൈതൃക നന്മകൾ കൊടുത്ത് ജീവിതം എന്താണെന്ന് പഠിപ്പിക്കണം. തലമുടി തനി ഹനുമാനെ പോലെ വളർത്തി ബീഡിയും കഞ്ചാവും വലിച്ച് പട്ടയടിച്ച് അല്ലെങ്കിൽ വിദേശ മദ്യം അടിച്ച് പ്രത്യേക രീതിയിൽ പാൻറിട്ട് ശരീരം മുഴുവനും കാണിച്ച പെണ്ണുങ്ങള് ആണുങ്ങള് പുറകിലുള്ള ഷെഡ്ഡി വരെ പാൻറിന്റെ ചുവട്ടിക്കൂടെ കാണിക്കത്തക്ക വിധത്തിലിട്ട് നടക്കുന്ന മക്കളെ കൺട്രോൾ ചെയ്യാൻ 40 കുട്ടികളെ ഒരു ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് സാധിക്കില്ല. 1, 2 കുട്ടികളുള്ള അച്ഛനോ അമ്മയ്ക്കും സാധിക്കാത്തത് സ്കൂളിലോ മറ്റാർക്കെങ്കിലോ സാധിക്കുമെന്ന് ധരിക്കരുത്. അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അവൾ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നവരോട് കേൾക്കുന്ന കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ മക്കൾ ഇരുന്നിട്ടില്ലേ, അമ്മ കഥ പറയൂ എന്ന് പറഞ്ഞ് അന്ന് ആ കുട്ടിയുടെ കൂട്ടത്തിൽ ഇരിക്കാനോ കഥ പറഞ്ഞു കൊടുക്കാനോ നല്ല നല്ല പ്രാർത്ഥനകളും കീർത്തനങ്ങളും പറഞ്ഞു കൊടുക്കാനോ സമയം കണ്ടെത്താൻ പറ്റിയില്ല. അന്ന് നിങ്ങൾക്ക് TV കാണാനും TV ചാനൽ കാണാനും മാത്രമായിട്ട് സമയം ചെലവഴിക്കേണ്ടി വന്നു. ഇൻഫോസിസിന്റെ സ്ഥാപകൻ ശ്രീ നാരായണമൂർത്തിയുടെ വീട്ടിൽ ഇന്നും TV ഇല്ല. ഓർമ്മിക്കുക, മക്കളുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് TV വാങ്ങിക്കാത്തത് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി. നിങ്ങൾക്കും അത് സാധിക്കണം. കുറെ കഴിഞ്ഞ് ആ മകനെ ഞാൻ വീട്ടിൽ കയറ്റില്ല, അവനെതിരെ ദേശദ്രോഹ കുറ്റം ചാർത്തിയിട്ട് അവനെ തൂക്കിക്കൊല്ലണം എന്നൊരു അമ്മയും അച്ഛനും പറയുമ്പോൾ ഓർമ്മിക്കുക, 278 ദിവസം ഗർഭത്തിൽ ചുമന്ന അമ്മയുടെ കരച്ചില്. അമ്മയല്ല അവൻ തീവ്രവാദിയാവാൻ കാരണമായത്, പക്ഷേ അമ്മയും അച്ഛനും കാരണമാണ്. 1 ജന്മം നൽകി എന്ന കാരണം, 2 നല്ല രീതിയിൽ വളർത്തുമ്പോൾ ധന്യമായിട്ടുള്ള ഉപദേശങ്ങളും നന്മകളും കൊടുത്തില്ല. സ്വാതന്ത്ര്യത്തിന്റെ പേരിലും അവനവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നതിന്റെ പേരിലും അവനിൽ തന്നെ ഉള്ള അമിത ആത്മവിശ്വാസത്തിന്റെ പേരിലും കൈവിട്ടപ്പോ മക്കൾ ചെന്നെത്തിയത് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ദുബായിലെ പല മൂലകളിലും എല്ലാം അവര് സ്വർഗരാജ്യം അള്ളാഹുവിന് വേണ്ടിയുള്ള കൊല്ലാനും ചാവാനും വേണ്ടി മാത്രം ഉണ്ടായ ഒരു മതമാണെന്ന് ജനങ്ങൾ പറയത്തക്ക വിധത്തില് അതിന്റെ എപ്പി സെന്ററായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ, മിനിഞ്ഞാന്ന് സൗദി അറേബ്യയിലുണ്ടായ എക്സ്പ്ലോഷൻ അതിൽ പാകിസ്ഥാനികളാണ്, ബംഗ്ലാദേശിലുണ്ടായതിൽ പാകിസ്ഥാനികളാണ്, ഫ്രാൻസിലുണ്ടായതിൽ പാകിസ്ഥാനിലാണ്, ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോബ്ലത്തിനും പാകിസ്ഥാനാണ്. പണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് കേന്ദ്രമന്ത്രിമാരിത് വെറുതെ പറയുകയാണെന്ന്. ഇപ്പൊ ലോകത്ത് മുസ്ലിം രാജ്യങ്ങൾ ഒരേ അള്ളാഹുവിന്റെ, ഒരു കാബയുടെ, ഒരു പ്രവാചകന്റെ, ഒരു ഖലീഫയുടെ ഗ്രന്ഥങ്ങൾ പഠിച്ച്
അതേ അള്ളാഹുവിന്റെ പേരിൽ ചാവാനും കൊല്ലാനും നടക്കുന്നവര്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ കഴുത്തിൽ $100 $50 എന്ന് എഴുതി 5, 6, 7 വയസ്സായ പെൺകുട്ടികളെ ശരിക്ക് ലൈംഗിക വൃത്തിക്ക് വിൽക്കുന്ന ഇസ്ലാമിന്റെ ഒരു വിഭാഗം. അതുപോലെ മുത്തലാക്ക് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച് പിന്നെ തിരിച്ച് അതിനെ കെട്ടണമെങ്കിൽ അവനെ വേറൊരുവന്റെ കിടപ്പുമുറിയിലാക്കിയിട്ട് അവിടെ കല്യാണം കഴിച്ചു വരണമെന്ന് പറയുന്ന ആ മതത്തിലുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവനവന്റെ മതമോ ഇങ്ങനെയായി, മറ്റുള്ളവനെ മതം മാറ്റി ഇങ്ങനെ ആക്കല്ലേ. നിങ്ങളുടെ മതത്തിലുള്ളവരെല്ലാവരും അങ്ങനെയൊന്നുമല്ല, ഗംഭീരമായിട്ട് നന്മകളുള്ളവരുണ്ട്. ആ നന്മകളുള്ളവരുടെ പാത ധൂളികളിലൂടെ പിന്തുടരുക, നന്മയിലൂടെ പോകട്ടെ. ഇത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു. ഈ ലോകത്ത് നടക്കുന്ന ഏത് ബോംബ് സ്ഫോടനത്തിന്റെയും പുറകിൽ മുസ്ലിങ്ങളാണ് 95%. ഒന്നില്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്പിരിറ്റ് എടുത്ത ക്രിസ്ത്യാനികള്, അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികള്. ചിന്തിക്കുക. അവനവന്റെ മകനെ തൂക്കിലേറ്റുന്ന ആ കാഴ്ച അകക്കണ്ണുകൊണ്ട് കാണുക. ജയിലിൽ കഴിയുന്ന മകന്റെ അവസ്ഥ അകക്കണ്ണുകൊണ്ട് കാണുക. വീട്ടിലേക്ക് കയറാൻ വരുന്നവനെ നിങ്ങൾ തന്നെ അടിച്ചു പുറത്താക്കേണ്ടി വരുന്ന അവസ്ഥ ചിന്തിക്കുക. മുലപ്പാല് കൊടുത്ത് വളർത്തിയ കുട്ടിയാണ്, ജന്മം നൽകിയ മകളുമാണ് ഈ തീവ്രവാദത്തിന്റെ സ്വർഗരാജ്യത്ത് ചെന്നിരിക്കുന്നത് എന്ന് കണ്ണടച്ച് ചിന്തിച്ചൊന്ന് ധ്യാനിക്കുക. അല്ലാഹുവിനെയോ മഹാവിഷ്ണുവിനെയോ യേശുക്രിസ്തുവിനെയോ ധ്യാനിക്കുക. അപ്പൊ മനസ്സിലാവും വേദന എന്താണെന്ന്. പ്രണാമം, നമസ്കാരം.